ഇന്ത്യയുടെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് UPI ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ലോകത്തെ മുൻനിര റീറ്റെയിൽ റിയൽ ടൈം പേയ്മെന്റ് അതായത് വേൾഡ്സ് ലീഡിംഗ് റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമായി UPI മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിസയെ മറികടന്നാണ് ഈ നേട്ടത്തിലേക്ക് UPI സംവിധാനം എത്തിയിരിക്കുന്നത്. പ്രതിദിന ഇടപാട് 650 ദശലക്ഷം കടന്നതോടെയാണ് ഈ മാന്ത്രിക നേട്ടം. ലോഞ്ച് ചെയ്ത് കേവലം 9 വർഷത്തിനുള്ളിലാണ് അഭിമാന നേട്ടത്തിലേക്ക് എത്തുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. മെയ് മാസത്തിൽ എല്ലാ കാർഡ് വിനിമയങ്ങളെക്കാളും 12 ഇരട്ടി ട്രാൻസാക്ഷനുകളാണ് UPI വഴി നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഈ സംവിധാനം പരിചയപ്പെടുത്തിയപ്പോൾ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സൈബർ സഖാക്കളും മറ്റുള്ളവരും ഇതിനെ വലിയ രീതിയിൽ പരിഹസിച്ചിരുന്നു. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസമില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്നും പറഞ്ഞവർ വേറെ. ഐസക്കിന്റെ സിദ്ധാന്തങ്ങൾ ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. ഇന്ത്യക്ക് ഒരിക്കലും ഡിജിറ്റലാകാൻ കഴിയില്ല എന്നതായിരുന്നു ധനമന്ത്രിയായിരുന്ന സമയത്ത് തോമസ് ഐസക് നടത്തിയ പരാമർശം. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: വാചകം അടിച്ചാൽ പോരാ, ഡിജിറ്റലൈസേഷൻ എന്നൊക്കെയുള്ള സാധനം വിഡ്ഢിത്തരമാണ്. 90% ആളുകളും അസംഘടിത മേഖലയിൽ ജീവിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡിജിറ്റൽ ആകാൻ പറ്റത്തില്ല. മീൻ കച്ചവടക്കാരൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് മീൻ കൊടുക്കുമോ? ആക്രിക്കാർ ചെയ്യുമോ? പച്ചക്കറിക്കാർ ചെയ്യുമോ? ഇതൊക്കെ ഒരു വാചകമടിയാണ് എന്നൊക്കെയായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം. എന്നാൽ ഐസക്കിനേക്കാൾ ഗ്രാഹ്യമുള്ളവരായി ഈ കൂട്ടർ ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നതാണ് സത്യം. ഇന്ത്യയിലെ മുറുക്കാൻ കടകൾ മുതൽ പ്രീമിയം സ്റ്റാർ ഹോട്ടലുകളിൽ വരെ ഈ വിപ്ലവം നീളുന്നതാണ് കണ്ടത്. ഇന്ത്യയെ മാതൃകയാക്കി മറ്റു രാജ്യങ്ങളും ഇതേ സിസ്റ്റം നടപ്പാക്കി.